നാളെ മറക്കണ്ട കേട്ടോ, എല്ലാവരും പങ്കെടുക്കണം. നാട്ടിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ നമ്മുടെ നാട്ടിലെ എന്നെ മദ്രസ ഹാളിൽ വൈകുന്നേരം 3 മണിക്ക് പഞ്ചായത്ത് വാർഡ് മെമ്പറായിട്ടുള്ള സുൽഫത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന് ആദരവാണ്, മറ്റൊന്ന് അനുസ്മരണമാണ്, മറ്റൊന്നൊരു ഗൈഡൻസ് ക്ലാസ് ആണ്. ആദരിക്കുന്നത് നമ്മളെ നാട്ടിലെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരുമിച്ചിട്ട് കൂടെ നിർത്തിക്കൊണ്ട് അതിൽ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയ, കഷ്ടപ്പെട്ട് ഉറക്കം ഒഴിച്ചിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുള്ള കുട്ടികളെ മാതൃക കലാ സാംസ്കാരിക വേദി ആദരിക്കുകയാണ്. പിന്നീട് അനുസ്മരണ ചടങ്ങാണ്. നമുക്കറിയാലോ, നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ മൺമറഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അവരെ കുറിച്ചിട്ട് നല്ലത് പറയുക, അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മളെ വിട്ടു പോയിട്ടുള്ള ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സങ്കടം മാത്രമേ ഉള്ളൂ, നല്ലത് മാത്രമേ പറയാനുള്ളൂ. നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വളരെ ദുഃഖം മാത്രം സമ്മാനിച്ചിട്ട് ഗോപിയേട്ടന്, അതുപോലെ നിയാസ്, ഹസ്സന്, അതുപോലെ തന്നെ ഫൈസൽ. അപ്പോൾ ആ ഒരു ചടങ്ങും കൂടി അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ SLC പാസ്സായിട്ടുള്ള കുട്ടികൾക്കുള്ള ഒരു ഗൈഡൻസ് ക്ലാസ് കൊടുക്കുന്നത് പ്രശസ്തനായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ലുക്മാൻ സാറാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ, അവിടെ രക്ഷിതാക്കളൊക്കെ നിർബന്ധമായിട്ടും നാളെ മെയ് 13-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മദ്രസ ഹാളിൽ എത്തണം. മാതൃകാ കലാ സാംസ്കാരിക വേദിയെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യത്യസ്തമായിട്ടുള്ള ക്ലബ്ബാണ്. സംസ്ഥാനത്ത് തന്നെ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ തന്നെ എണ്ണം പറഞ്ഞ ക്ലബ്ബുകളിൽ ഒന്നാണിത്. കാരണം ലഹരിക്കെതിരെ കർശനമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ക്ലബ്ബാണ്. നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയുള്ള ക്ലബ്ബാണ്. അപ്പോൾ മറക്കണ്ട, ഈ പരിപാടി മുഴുവൻ ആളുകൾ പങ്കെടുക്കാം. എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്.